Greetings from SQCMMO കോളേജ്. ഞാൻ ഹിസാന ഫാത്തിമ. SQCയുടെ നോന്യു എന്ന സീരീസിലെ 3rd എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്റ്റോറീസ് ബിഹൈൻഡ് സം സയന്റിഫിക് ഇൻവെൻഷൻസ്. നമുക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയ പല ഇൻവെൻഷൻസും തികച്ചും യാദൃശികമായി സംഭവിച്ചതാണ്. അതിൽപ്പെട്ട ചില ഇൻവെൻഷൻസ്, അതിൻ്റെ സയൻറ്റിസ്റ്റ്, അതുണ്ടാവാനുണ്ടായ സാഹചര്യമൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് വിൽഹം റോൺകൻ എന്ന ജർമ്മൻ സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ്. 1895 അദ്ദേഹം ക്രൂക്ക് ട്യൂബിൽ കാഥോഡ് റേസ് വെച്ച് എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ ഒരു പ്രത്യേക തരം ഫ്ലൂറസെന്റ് കാണാനിടയായി. ഇത് ട്യൂബിന് ചുറ്റുമുണ്ടായിരുന്ന ബ്ലാക്ക് പേപ്പറുകളിലേക്ക് തുളച്ചു കയറിയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ രശ്മികളെ പേരറിയാത്തതുകൊണ്ട് അദ്ദേഹം എക്സ് എന്ന് വിളിച്ചു. അങ്ങനെ കാഥോഡ് റേസ് വെച്ച് നടത്തിയ പരീക്ഷണത്തിൽ യാദൃശികമായി കണ്ടുപിടിക്കപ്പെട്ടതാണ് എക്സ് റേസ്. അദ്ദേഹത്തിന്റെ ഭാര്യ ബെർത്തയുടെ കൈയാണ് ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട എക്സ്റേ ഇമേജ്. എക്സ്റേ കണ്ടുപിടിച്ചതിന് റോൺകൻ 1901 ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടുകയുണ്ടായി. ഇദ്ദേഹമാണ് ജോൺ വാക്കർ. ജോൺ വാക്കർ എന്ന ഇംഗ്ലീഷ് കെമിസ്റ്റ് സാധാരണയായി തന്റെ പരീക്ഷണങ്ങളിൽ ടെസ്റ്റ് ട്യൂബുകളിൽ കെമിക്കൽ മിക്സ് ചെയ്യാൻ ചെറിയ ഐസ്ക്രീം സ്റ്റിക്ക് പോലത്തെ സ്റ്റിക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. 1826 അദ്ദേഹം ഇത്തരത്തിൽ ഒരു വുഡൻ സ്റ്റിക്ക് വെച്ച് കെമിക്കലുകൾ ഇളക്കിയതിനു ശേഷം അതിന്മേൽ പറ്റിപ്പിടിച്ചിരുന്ന സൾഫറും പൊട്ടാസ്യം ക്ലോറൈഡും ഉരച്ചു കളയാൻ ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ആ സ്റ്റിക്കിൽ തീ പിടിച്ചു. 1826 ജോൺ വാക്കറിന് അന്ന് നടന്ന ആ അബദ്ധം പിന്നീട് ഫ്രിക്ഷൻ സ്റ്റിക്കിന്റെയും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മാച്ച് സ്റ്റിക്കിന്റെയും കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കി. ഇതാണ് ഹാരി കൂവർ. ഹാരി കൂവർ ഒരു അമേരിക്കൻ കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം 1942 ഈസ്റ്റ്മാൻ കൊടക് എന്ന കമ്പനിക്ക് വേണ്ടിയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് തോക്കുകൾക്ക് വേണ്ടിയുള്ള ഗൺ സൈറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ ക്ലിയർ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട് വെച്ച് അദ്ദേഹം പരീക്ഷണങ്ങൾ ചെയ്തു. അങ്ങനെ സൈനോ അക്രിലൈറ്റ് എന്ന ഒരു കോമ്പൗണ്ട് അദ്ദേഹം കണ്ടെത്തി. അത് സകല വസ്തുക്കളുമായി ഒട്ടിപ്പിടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലായ അദ്ദേഹം ഇത് ഒഴിവാക്കി. 9 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന കമ്പനി അദ്ദേഹത്തോട് വിമാനത്തിന്റെ എഞ്ചിനു വേണ്ടിയുള്ള ഹീറ്റ് റെസിസ്റ്റന്റ് ആയ പോളിമേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പരീക്ഷണങ്ങൾക്കിടയിൽ വീണ്ടും സൈനോ അക്രിലേറ്റ് എന്ന പദാർത്ഥം രൂപപ്പെടാൻ ഇടയായി. ഈ പ്രാവശ്യം ആ പദാർത്ഥത്തിന്റെ ക്വാളിറ്റി ഉപകാരപ്പെടുന്ന വസ്തുവാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സൂപ്പർ ഗ്ലൂ 1958 ഹാരി കൂവർ വികസിപ്പിച്ചെടുത്തു. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒരു സ്കോട്ടിഷ് ഫിസീഷ്യനും മൈക്രോബയോളജിസ്റ്റുമായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ഒരുപാട് സോൾജേഴ്സ് അവരുടെ പരിക്കുകളിലെ ഇൻഫെക്ഷൻ കാരണം മരണമടയുന്ന സാഹചര്യം വന്നു. ഇത്തരം സാഹചര്യം തടയാൻ വേണ്ടി പ്രതിരോധ വ്യവസ്ഥയെ ക്ഷീണിപ്പിക്കുകയും മുറിവുകളിൽ അണുബാധ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സ്റ്റഫൈലോകോക്കസ് ബാക്ടീരിയയെക്കുറിച്ച് അലക്സാണ്ടർ ഫ്ലെമിംഗ് പഠിക്കാൻ ആരംഭിച്ചു. പരീക്ഷണം നടത്തുന്ന ബാക്ടീരിയകൾ അടങ്ങുന്ന പെട്രി ഡിഷ് ഇൻക്യുബേറ്ററിൽ വയ്ക്കാൻ മറന്ന് തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ വെക്കേഷൻ ചിലവഴിക്കാൻ ജന്മനാടായ സ്കോട്ട്ലൻഡിലേക്ക് പോയി. 2 ആഴ്ചകൾക്ക് ശേഷം ലണ്ടനിലെ ലാബിൽ തിരിച്ചെത്തിയപ്പോൾ ബാക്ടീരിയ ഉണ്ടായിരുന്ന പെട്രി ഡിഷിൽ ഒരു തരം പൂപ്പൽ വളർന്നതായി കണ്ടു. പൂപ്പലുകളിൽ നിന്ന് ബാക്ടീരിയ ദൂരെ മാറി നിൽക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. പരിശോധിച്ചപ്പോൾ പൂപ്പലുകൾ ബാക്ടീരിയകളെ നശിപ്പിച്ചുവെന്ന് മനസ്സിലായി. തികച്ചും മറവികൊണ്ടും അബദ്ധവശാലും നടന്ന ഈയൊരു സംഭവം 1928 പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക്കിന്റെ ഉത്ഭവത്തിന് വഴിത്തിരിവായി. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1945 മെഡിസിനിൽ നോബൽ പ്രൈസ് ലഭിച്ചു. ഇങ്ങനെ തികച്ചും അവിചാരിതമായി കണ്ടുപിടിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതിൽ ചിലതിനെ കുറിച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.